നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിലെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ക്ലാസ് 2 ആണ്, ക്ലാസ് 2 അല്ലെ ക്ലാസ് 3 ആണ്. നമ്മുടെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചത്. ആ രണ്ട് പാർട്ടും കാണാത്തവർ ആ രണ്ട് പാർട്ടും കാണുക. അതിനുശേഷം റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരിക. നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക് ആണ് അല്ലെ, മൂന്നാമത്തെ ക്ലാസ് ആണ് റിപ്പോർട്ടഡ് സ്പീച്ച്. രണ്ടാമത്തെ ഇംഗ്ലീഷിന്റെ ടോപ്പിക്കും ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇത് കംപ്ലീറ്റ് ചെയ്യലാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. നമ്മുടെ സെക്രട്ടറി ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് ഗ്രാമർ ഫിനിഷ് ചെയ്യുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം കേട്ടോ. മലയാളം നമ്മൾ സന്ധി പഠിച്ചു കഴിഞ്ഞു, സന്ധി പഠിച്ചു, അത്യാവശ്യം കുറച്ച് വൊക്കാബുലറി നമ്മൾ എടുത്തു കഴിഞ്ഞു. മലയാളം പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. മലയാളം എക്സാം അടുക്കുന്ന സമയത്തൊന്ന് നോക്കിയാൽ മതിയാവും. അത്യാവശ്യം ഗ്രാമർ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ വൊക്കാബുലറി എക്സാം എടുക്കുമ്പോൾ നമ്മൾ നോക്കും. ഇനി നമുക്ക് ഇംഗ്ലീഷും മാത്സും ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇംഗ്ലീഷ് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തീർക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ മലയാളം നമുക്ക് എക്സാം എടുക്കുമ്പോൾ 10 മാർക്ക് ഉറപ്പിക്കാം. ഇംഗ്ലീഷ് നമ്മളിപ്പോ ഗ്രാമർ ആണ് എടുക്കുന്നത്. ഗ്രാമർ ടോപ്പിക്ക് 10 മാർക്ക്, വൊക്കാബുലറിക്ക് 10 മാർക്കുമാണ് ഡിഗ്രി ലെവലിനുള്ളത്. 10th ലെവലിനാണെങ്കിൽ ഇംഗ്ലീഷ് മൊത്തത്തിൽ 10 മാർക്കിനാണ്. ഓക്കെ, പോട്ടെ, എന്തായാലും ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ് ഇംഗ്ലീഷ്. ഓക്കെ, 10 to 20 മാർക്ക് വരെ കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. സെക്കൻഡറി ടെസ്റ്റിന്റെ ആണെങ്കിൽ 20 മാർക്കാണ്. ഗ്രാമർ ടോപ്പിക്ക് പഠിച്ചാൽ 10 മാർക്ക് കിട്ടും. ഈ 10 മാർക്കാണ് നമ്മൾ ഇവിടെ ഉറപ്പിക്കുന്നത്. ബാക്കി നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ, വൊക്കാബുലറി, പോൾസ് രൂപത്തിലൊക്കെ ഇട്ട് തരാം. അത് നമ്മൾ ഇത് തീർന്നതിന് ശേഷം നമ്മൾ അത് ചെയ്യാം. അപ്പൊ മാക്സിമം അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വൊക്കാബുലറി സെറ്റ് ആവും. ഓക്കെ അല്ലേ? മാത്സ് നമ്മൾ ഇംഗ്ലീഷ് കഴിഞ്ഞതിന് ശേഷം മാത്സ് ക്ലാസ് നമ്മൾ ആരംഭിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് ആണ് റിപ്പോർട്ടഡ് സ്പീച്ച്. നമുക്ക് തുടങ്ങാം. പാർട്ട് 1 ക്ലാസ് ആണ്. പാർട്ട് 2 ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ സെക്ഷൻ ബേസിക് ആയിട്ടുള്ള സെക്ഷൻ ആണ്. അപ്പൊ അത് നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, ബേസ് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അഡ്വാൻസ് ലെവലിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൺവേർഷൻസ് ആണ്, അല്ലെങ്കിൽ ചേഞ്ചസ് ആണ്. ഒരു സെന്റൻസിനെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെയാണ് അവിടെ വരുന്ന മാറ്റം, ഈ മാറ്റം കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ആദ്യം തന്നെ പ്രോനൗണിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. പ്രോനൗണിൽ മാറ്റം ഉണ്ടാവും. പ്രോനൗൺ എന്തൊക്കെയാണ്? ഐ, മീ, മൈ, വി, ഔർ, അസ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രോനൗൺസ്. ഈ പ്രോനൗൺസ് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ മാറുന്നത്? ഓക്കെ, ഐ എന്തായിട്ട് മാറും? ഹി അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറും കേട്ടോ. ഐ എന്ന് പറഞ്ഞാണ് ഡയറക്റ്റ് സ്പീച്ചിൽ കിടക്കുന്നതെങ്കിൽ അത് ഇൻഡയറക്റ്റിലേക്ക് മാറുമ്പോൾ അത് എന്തായിട്ട് മാറും? ഹി അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറും. മീ എന്തായിട്ട് മാറും? മീ എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും സെന്റൻസിന്റെ തുടക്കത്തിൽ മീ ഉണ്ടാവോ? ഇല്ല, ഒരിക്കലും തുടക്കത്തിൽ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് മീ വരില്ല, ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തായിരിക്കും മീ വരിക. അപ്പൊ നമ്മുടെ ഹി അല്ലെങ്കിൽ ഷീന്റെ അവസാനം വരുന്നത് എങ്ങനെയായിരിക്കും? ഹിം അല്ലെങ്കിൽ ഹെർ ആയിരിക്കും അല്ലെ. ഹിസ് എന്ന് ഏതെങ്കിലും സെന്റൻസിന്റെ അവസാനിക്കുവോ? ഇല്ല, ഹിസ് സബ്ജക്റ്റ് ആയിട്ട് മാത്രമേ വരത്തുള്ളൂ. ഹിസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഫോമാണ് ഹിം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഹെർ തുടക്കത്തിൽ വരാം, അല്ലെങ്കിൽ എന്താണ് അവസാനത്തിൽ വരാം, അത് പ്രശ്നമില്ല. പക്ഷെ ഹിസും ഹിമ്മും നോക്കിക്കോണം. മീ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാത്രമേ വരൂ. അതുകൊണ്ട് അവിടെ ഹിം ആയിരിക്കും വരിക. അപ്പൊ ഹിം അല്ലെങ്കിൽ ഹെർ ആണ് അവിടെ മീക്ക് പകരം വരിക. അത് ആരാണ്, ആണാണോ പെണ്ണാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ എഴുതുക. ഇനി മൈ എന്ന് പറഞ്ഞാൽ അവസാനം വരുമോ? ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഏതെങ്കിലും സെന്റൻസിൽ മൈ വരുമോ? ഇല്ല, അവിടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരത്തുള്ളൂ. അവിടെ അപ്പൊ എന്തായിരിക്കും? ഹി അല്ലെങ്കിൽ ഷീക്ക് പകരം വരിക ഹിസ്. ഹിസ് അല്ലെങ്കിൽ ഹെർ എന്നായിരിക്കും വരിക. ഹിസ് എന്ന് പറഞ്ഞ സെന്റൻസ് തുടങ്ങും, ഹെർ എന്ന് പറഞ്ഞ് തുടങ്ങുമോ? അല്ലെ, ഹിസ് എന്ന് പറഞ്ഞ് തുടങ്ങും, ഹിം എന്ന് പറഞ്ഞ് തുടങ്ങുമോ? ഇല്ല, ഹിം ഒരിക്കലും വരില്ല, അവിടെ ഹിസ് ആയിരിക്കും വരിക. അതുപോലെ വി, വി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദേ എന്നായിരിക്കും കൺവേർട്ട് ചെയ്യുമ്പോൾ വരിക. അതുപോലെ അവർ എന്തായിട്ട് മാറും? ദേർ ആയിട്ട് മാറും. അതുപോലെ അസ് എന്ന് പറഞ്ഞാൽ ദം. ഓക്കെ, അസ് എന്ന് പറഞ്ഞാൽ ദം. ഇത്രയും കൺവേർഷൻസ് മെയിൻ ആയിട്ട് പഠിച്ചേക്കണം. ഇത് കൺവേർഷൻ പ്രോനൗൺസ് ആണ് കേട്ടോ. പ്രോനൗൺസിന്റെ കാര്യത്തിൽ ഇത്രയാണ് വരുന്ന മാറ്റങ്ങൾ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി വരുന്ന മറ്റൊരു ചേഞ്ച്. ഓക്കെ, മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടെൻസിൽ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. ടെൻസിൽ ചേഞ്ച് ഉണ്ടാവും. എങ്ങനെയാ ടെൻസ് മാറുന്നത്? ഇപ്പൊ നമുക്ക് തന്നേക്കുന്ന സെന്റൻസ് V1, അതായത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ അത് V2 ആയിട്ട് മാറും, പാസ്റ്റ് ടെൻസിലേക്ക് മാറും. വെർബിന്റെ V1 ഫോം എന്തായിട്ട് മാറും? V2 ഫോമിലേക്ക് മാറും.
ഇനി നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഡയറക്റ്റ് സ്പീച്ച് ആണ് തന്നിരിക്കുന്ന സെന്റൻസ് എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് എപ്പോഴും ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റാനായിട്ട് ആയിരിക്കും തരുന്നത്. അപ്പം എന്താണ് V2നെ എന്തായിട്ട് മാറ്റും? V2 had പ്ലസ് V3 ആയിട്ട് മാറും കേട്ടോ. V2 ആണ് നമുക്ക് തന്നേക്കുന്ന സെന്റൻസ് എങ്കിൽ അത് ഹാഡ് പ്ലസ് V3 ഫോമിലേക്ക് മാറും. അതായത് തന്നേക്കുന്ന വെർബ് V2 ഫോം ആണെങ്കിൽ അത് ഹാഡ് പ്ലസ് V3 ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതണം. ഇനി തന്നേക്കുന്ന സെന്റൻസിൽ വിൽ അല്ലെങ്കിൽ ഷാൾ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അതാണ് വെർബിന്റെ സ്ഥാനത്ത് വന്നേക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഓക്സിലറി വെർബായിട്ടാണ് വില്ല് ഷാൾ വന്നേക്കുന്നതെങ്കിൽ അത് എന്തായിട്ട് മാറും? വുഡായിട്ട് മാറും. ഷുഡ് അല്ല, വുഡായിട്ട് മാറും കേട്ടോ. വില്ലാണെങ്കിലും ഷാൾ ആണെങ്കിലും എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. ഇനി വാസ് അല്ലെങ്കിൽ വെയർ, വാസ് ഓർ വെയർ ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഹാഡ് ബീൻ എന്നായിരിക്കും ഇതിന് പകരം നമ്മൾ അവിടെ ഉപയോഗിക്കുക കേട്ടോ. ഇനി മസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ആ എഴുതിയ ഡയറക്റ്റ് സ്പീച്ചിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ മസ്റ്റിന് പകരം എന്താണ് യൂസ് ചെയ്യേണ്ടത്? ought to അല്ലെങ്കിൽ ഹാഡ് ടു വേണം യൂസ് ചെയ്യാൻ. ഓക്കെ അല്ലേ? ഒരു സെന്റൻസിൽ V1 ഫോമിലാണ് വെർബ് കിടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ V2 ആക്കാം. ഇനി നമ്മൾ V2ലാണ് ഡയറക്റ്റ് സ്പീച്ച് കിടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഹാഡ് പ്ലസ് V3 ഫോം യൂസ് ചെയ്യാം. ഓക്കെ. ഇനി വില്ല് ഷാൾ ആണെങ്കിൽ വുഡ് യൂസ് ചെയ്യാം. വാസ് വെയർ ആണെങ്കിൽ അതിന് പകരം ഹാഡ് ബീൻ യൂസ് ചെയ്യാം. മസ്റ്റ് ആണെങ്കിൽ മസ്റ്റിന് പകരം അവിടെ ought to had to ആയിരിക്കും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ചില വേർഡ്സുകൾ മാറും. ഓക്കെ. ചില വേർഡ്സ്, വേൾഡ് എന്നാണ് എഴുതിയത്, വേർഡ്സ് മാറും. ഓക്കെ. ഏതൊക്കെ വേർഡ്സ് ആണ് മാറുന്നത്? നൗ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ ഉണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അത് എന്തായിട്ട് മാറും? ദെൻ ആയിട്ട് മാറും. നൗ ദെൻ ആയിട്ട് മാറും. അതുപോലെ ദിസ് എന്ന് പറഞ്ഞാണ് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു വാക്ക് കിടക്കുന്നതെങ്കിൽ ദിസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് എഴുതുമ്പോൾ അത് എങ്ങനെ മാറും? ദാറ്റ് ആയിട്ട് മാറും. ഓക്കെ. അതുപോലെ ദീസ് ആണെങ്കിലോ ദീസ്, ഹിയർ, ഓക്കെ, ഹിയർ, എഗോ, ഇതൊക്കെ മാറും. ദീസ് ആണെങ്കിൽ എങ്ങനെ മാറും? ദീസ് ആണെങ്കിൽ ദോസ് ആയിട്ട് മാറും. ഹിയർ ആണെങ്കിൽ ദെയർ ആയിട്ട് മാറും. എഗോ ആണെങ്കിൽ എന്താണ്? ബിഫോർ ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ്? നൗ ദെൻ ആവും, ദിസ് ദാറ്റ് ആവും, ദീസ് ദോസ് ആവും, ഹിയർ ദെയർ ആവും, എഗോ ആണെങ്കിൽ ബിഫോർ ആകും. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇനി അടുത്ത എന്താണ്? ടുഡേ. ടുഡേ എന്ന് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു സെന്റൻസ് കിടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ ടുഡേക്ക് പകരം അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ദാറ്റ് ഡേ. എന്താണ്? ദാറ്റ് ഡേ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതാ ടുമോറോ ആണെങ്കിലോ, ടുമോറോ ആണ് കിടക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ എന്താണ്? ടുമോറോ എന്ന് പറഞ്ഞാൽ ദ നെക്സ്റ്റ് ഡേ കേട്ടോ. നെക്സ്റ്റ് ഡേ എന്ന് വേണം നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ യൂസ് ചെയ്യാൻ. ഇനി യെസ്റ്റർഡേ ആണെങ്കിലോ, യെസ്റ്റർഡേ ആണെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കുമ്പോൾ ദ പ്രീവിയസ് ഡേ കേട്ടോ. ദ പ്രീവിയസ് ഡേ എന്ന് വേണം അവിടെ യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ യെസ്റ്റർഡേ എന്നോ ടുമോറോ എന്നൊന്നും അവിടെ കൊടുക്കരുത്. ഇനി അടുത്ത നമ്മുടെ നെക്സ്റ്റ് എന്ന് ഒരു വാക്കുണ്ടെങ്കിൽ, നെക്സ്റ്റ് എന്ന് ഡയറക്റ്റ് സ്പീച്ചിൽ ഉണ്ടെങ്കിൽ നെക്സ്റ്റിന് പകരം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എന്താണ് കൊടുക്കേണ്ടത്? ദ ഫോളോയിങ്. ഓക്കെ. ദ ഫോളോയിങ്. നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ദ ഫോളോയിങ് ഡേ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഫോളോയിങ്. ഓക്കെ. ഇനി ലാസ്റ്റ് എന്നൊരു വാക്കുണ്ടെങ്കിൽ ലാസ്റ്റ് ഡയറക്റ്റ് യൂസ് ചെയ്ത് ലാസ്റ്റിന് പകരം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എന്ത് യൂസ് ചെയ്യണം? ദ പ്രീവിയസ്. എന്താണ്? ദ പ്രീവിയസ് എന്നാണ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേ, ദ പ്രീവിയസ് ഡേ. ഓക്കെ. അങ്ങനെ പറയാം. അപ്പൊ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രീവിയസ് എന്ന് വേണം യൂസ് ചെയ്യാൻ. ഇത്രയും മാറ്റങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞു വെച്ചാൽ നമുക്ക് അത്യാവശ്യം റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺവേർഷൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹീ സെഡ് ടു മീ. ഓക്കെ. അല്ലെങ്കിൽ ഹീ സെഡ് ഐ ഹാവ് എ കാർ. ഓക്കെ. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹീ സെഡ് ഐ ഹാവ് എ കാർ. ഇത് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു സെന്റൻസ് സെഡ് ആണ് കിടക്കുന്നതെങ്കിൽ അവിടെ എന്താ ഒരു മാറ്റവും വരുത്തണ്ട. സെഡ് അതേ കണക്ക് എഴുതാം. ഹി ആണെങ്കിൽ ഹി അതേ കണക്ക് എഴുതാം. ഈ സൈഡ് അതേ കണക്ക് എഴുതുക. ദെൻ ഈ ഒരു കോമ ഉണ്ടല്ലോ, ഈ ഒരു സംഭവത്തെ മാറ്റാൻ വേണ്ടി കണക്ഷൻ വേർഡ് ആയിട്ട് ദാറ്റ് എന്ന് കൊടുക്കുക. അപ്പൊ ഹീ സെഡ് ദാറ്റ്. ഇത് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യണം. ഒരു കണക്റ്റിംഗ് വേർഡ് ഉണ്ടായിരിക്കും. എന്താണ്?
ഐ ഹാവ് എ കാർ. നമ്മൾ പറഞ്ഞു ഐ എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്പീച്ച്, ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. അപ്പൊ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഐക്ക് പകരം എന്ത് വരും? ഹി ഓർ ഷീ വരും. ഇവിടെ ആരെ പറ്റിയാണ്? അവനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഹി ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ അടുത്ത കാര്യം എന്താണ്? ഹാവ്, വെർബ് അല്ലെ? വെർബിന്റെ ഏത് ഫോം ആണ് ഹാവ്? ഒന്നാമത്തെ ഫോം ആണ്. അപ്പൊ V1 ഫോമിൽ കിടക്കുന്ന ഒരു സെന്റൻസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അവിടെ V2 ഫോം ആണ് വരേണ്ടത്. അപ്പൊ ഹാവിന്റെ V2 ഫോം ഏതാണ്? ഹാഡ് ആണ്. ബാക്കി അതേണൊക്കെ എഴുതുക. ഹി ഹാഡ് എ കാർ. അപ്പൊ ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് എ കാർ. ഇങ്ങനെ വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, ഏത് പ്രോനൗൺ ആണ് എന്ന് തിരിച്ചറിയുക, അതിനെ കൺവേർട്ട് ചെയ്യുക. ഏത് വെർബിന്റെ ഫോം കണ്ടുപിടിക്കുക, അതിനെ കൺവേർട്ട് ചെയ്യുക. ഒബ്ജക്റ്റ് മൈൻഡ് ആക്കേണ്ട, അത് കണക്ക് എഴുതാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വൈസ് എന്താണ് കൊടുത്തേക്കുന്നതെന്ന് കൂടെ നോക്കണം. അടുത്തൊരു ചോദ്യം തരാം. ഹി സെഡ് ടു മീ. ഓക്കെ, ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഹി സെഡ് ടു മീ ഐ ആം ബിസി നൗ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. അപ്പം ഹി സെഡ് എന്നല്ല കൊടുത്തേക്കുന്നത്, സെഡ് ടു മീ എന്നാണ് കൊടുത്തേക്കുന്നത്. അവ എന്നോട് പറഞ്ഞു. ഓക്കെ, അപ്പൊ സെഡ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ മാറ്റമൊന്നുമില്ല. ഹി അതേ കണക്ക് താത്ത എഴുതുക. സെഡ് ടു എന്ന് പറഞ്ഞൊരു വാക്ക് വന്നാൽ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടോൾഡ് ആണ് കേട്ടോ. സെഡ് ടുവിന് പകരം ടോൾഡ് ആണ്. മീ അതേ കണക്ക് എഴുതുക. അപ്പൊ ഹി ടോൾഡ് മീ എന്നാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരിക. ഇനി കണക്ഷൻ വേർഡ് എന്താണ്? ദാറ്റ് യൂസ് ചെയ്യുക. കണക്റ്റിംഗ് വേർഡ് ദാറ്റ് യൂസ് ചെയ്യുമ്പോൾ ഈ മാർക്ക് അങ്ങ് മാറിക്കോളും. അപ്പൊ എന്താണ്? ദാറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് നിരത്തി എടുത്തെഴുതാം. വേറെ ഇങ്ങനെ സെപ്പറേഷൻ ഒന്നും കൊടുക്കണ്ട. ഇനി ഐ എന്തായിട്ട് മാറും? ഐ നമ്മൾ പറഞ്ഞു ഇനി ഇവിടെ എന്താണ്? ഹീയെ പറ്റിയാണ് പറയുന്നത്, അവനെ പറ്റിയാണ്. അപ്പം ഹി അല്ലെങ്കിൽ ഈ മീ പറഞ്ഞേക്കുന്നത് നമ്മൾ ഹി ആണെന്ന് വിചാരിക്കാം. ഹി. ഓക്കെ, ഇനി ആം എന്താണ്? വെർബിന്റെ V1 ഫോം ആണ്. ആമിന്റെ V2 ഫോം എന്താണ്? വാസ് ഓർ വെയർ ആണ്. അത് ഏതാണെന്ന് വെച്ചാൽ കോൺകോഡ് അടിസ്ഥാനത്തിൽ എഴുതണം കേട്ടോ. ഹി വാസ്, ഹി വെയർ വരത്തില്ല, ഹി വാസ് എഴുത്തോളൂ. അപ്പൊ ഹി വാസ് ബിസി. നൗവിന് പകരം എന്ത് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞത്? ദെൻ കേട്ടോ. അപ്പൊ എന്താണ് നമ്മളെ സെന്റൻസ്? ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് ബിസി ദെൻ. ഇങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിനെ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഈ രണ്ട് സെന്റൻസ് വെച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയ എന്ത് മാറ്റമാണ് ഇവിടെ വന്നത്. ഒരു സെന്റൻസ് ഡയറക്റ്റ് സ്പീച്ചിൽ പറയുമ്പോൾ സെഡ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ ലെഫ്റ്റ് സൈഡ് അതേ കണക്ക് എഴുതുക. ഇതാണ് ആദ്യത്തെ പാർട്ട് അതേ കണക്ക് എഴുതുക. ഇതാണ് രണ്ടാമത്തെ പാർട്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പാർട്ടിനെ ആദ്യത്തെ പാർട്ടിനെ കണക്ട് ചെയ്യാനായിട്ട് ഒരു കണക്റ്റിംഗ് വേർഡ് അവിടെ മസ്റ്റ് ആയിട്ട് വേണം. കണക്റ്റിംഗ് വേർഡ് ആയിട്ട് സാധാരണ സെന്റൻസിൽ നമ്മൾ ദാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയാണ്, സാധാരണ സെന്റൻസിൽ. അതായത് സെന്റൻസ് പല രീതിയിലുണ്ടെന്ന് നമുക്കറിയാം. സാധാ സെന്റൻസുകളുണ്ട്, അസർട്ടീവ് സെന്റൻസുകളുണ്ട്, ക്വസ്റ്റ്യൻ സെന്റൻസുകളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പല രീതിയിൽ, അല്ലെങ്കിൽ ഇമ്പരേറ്റീവ് സെന്റൻസ് ഉണ്ട്, എക്സ്ക്ലമേറ്ററി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന അനുസരിച്ച് ഇതിന്റെ രീതി മാറും. സാധാ നോർമൽ അസർട്ടീവ് സെന്റൻസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു സെന്റൻസ് ആണ് വരുന്നതെങ്കിൽ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് എന്താ യൂസ് ചെയ്യേണ്ടത്? ദാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത എന്താണ്? നമ്മുടെ പ്രോനൗണിനെ എന്താണ് കൺവേർട്ട് ചെയ്യുക, ദെൻ ടെൻസ് കൺവേർട്ട് ചെയ്യുക, പിന്നെ എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുക. ഇതാണ് അതിന്റെ പാറ്റേൺ. ഇവിടെ എന്താണ്? സെഡ് അല്ല, സെഡ് ടു ആണ് വന്നത്. സെഡ് ടു ആണെങ്കിൽ ആ ടൂയിൽ നിന്ന് തുടങ്ങുക. ടു കണ്ട, ടോൾഡ്. ഓക്കെ, അങ്ങനെ അങ്ങ് കണക്ട് ചെയ്താൽ മതി. സെഡ് ടു ഉണ്ടോ അവിടെ ടോൾഡേ വരത്തുള്ളൂ. സെഡ് ടു ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് ടോൾഡ് ആക്കുക. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ മാറ്റം ഉണ്ടാകും. ഓക്കെ, ഹി സെഡ് ടു മീ എന്തായിട്ട് മാറും? ഹി ടോൾഡ് മീ എന്നായിട്ട് മാറും. ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് കണക്റ്റിംഗ് വേർഡ് കൊടുക്കണം. കണക്റ്റിംഗ് വേർഡ് എന്താണ്? സാധാ സെന്റൻസ് ആയതുകൊണ്ട് ദാറ്റ് ആണ് കൊടുക്കേണ്ടത്. ഇനി ഐ ആം ബിസി നൗ, അതിലെ പ്രോനൗൺ ആദ്യം മാറും, പിന്നെ വെർബ് മാറും, എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ ആ വേർഡ്സും മാറും. ബാക്കി അതേ കണക്ക് എടുത്തേക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മൾ അടുത്ത് നോക്കാം. They said, okay, they said we are doing our work. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. They said we are doing our work. ഇതെങ്ങനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ട് എഴുതും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എങ്ങനെ എഴുതും? എങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഇത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡില് സെഡ് ആണോ സെഡ് ടു ആണോ നോക്കുക. സെഡ് ആണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് അതേ കണക്കെടുത്ത് എഴുതാം. ദേ സെഡ്. ഇനി എന്താണ്? ലെഫ്റ്റിനെ റൈറ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കണക്റ്റിംഗ് വേർഡ് വേണം. സാധാ സെന്റൻസ് ആണെങ്കിൽ ദാറ്റ് ചേർക്കാം. ഓക്കെ,
ഇനി അടുത്ത നമ്മൾ എന്താ പറഞ്ഞത്, ഇനി രണ്ടാമത്തെ പാർട്ട് എടുക്കുക. അതിലെ പ്രോനൗണിനെ കൺവേർട്ട് ചെയ്യുക. ആദ്യം പ്രോനൗൺ വിക്ക് പകരം എന്തായിരിക്കും വരിക, നമ്മൾ റിപ്പോർട്ടഡ് പഠിച്ചതാണ്. വിനെ ഇൻഡയറക്റ്റ് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ചിൽ വിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ വി എന്ന് പറയുന്നത് ദേ ആകും. ഇനി ഇവിടെ V1 ഫോം ആണ് ആർ. ആറിന്റെ V2 ഫോം എന്താണ്, ആറിൻ്റെത് ദേ വാസ് ഓർ വേർ. അതിൽ ദേ ആയതുകൊണ്ട് വേർ തന്നെ വരത്തുള്ളൂ, അല്ലെങ്കിൽ ആറിൻ്റെത് വേറാണ്. ഓക്കെ, അപ്പം ദേ വേർ ഡൂയിങ്. ഡൂയിങ് ഇവിടെ മറ്റൊരു വെർബ് വന്നിട്ടുണ്ട് അല്ലേ, ആറ് ഒരു ഓക്സിലറി വെർബാണ്, ഇവിടെ അനദർ വെർബ് വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ഒന്നും ചെയ്യേണ്ട, അത് അതേണക്ക് എഴുതിയാൽ മതി കേട്ടോ. ആദ്യത്തെ വെർബിന് മാത്രമേ മാറ്റം ഉണ്ടാവത്തുള്ളൂ, അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഫസ്റ്റ് വെർബ് മാത്രമേ മാറത്തുള്ളൂ, രണ്ടാമത്തെ വെർബ് മാറില്ല. ഇനി അവർ എന്തായിട്ട് മാറും, അവർ നമ്മൾ പഠിച്ചത്, അവർ എന്തായിട്ട് മാറും, ദെയർ ആയിട്ട് മാറും. അവർ ദെയർ ആവും, വർക്ക് അതേണക്ക് എഴുതുക. ഓക്കെ, അപ്പൊ എന്താണ്, ദേ സെഡ് ദാറ്റ് ദേ വെയർ ഡൂയിങ് ദെയർ വർക്ക് എന്നതാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിലാകുമ്പോൾ നമ്മൾ പറയേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മഞ്ജു, ഓക്കെ, മഞ്ജു സെഡ് I wrote a letter yesterday. ഓക്കെ, എങ്ങനെയാ ചെയ്യാ, നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എഴുതി നോക്കുക. ഓക്കെ, പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതുക. ഞാൻ ഇനി ഉത്തരം പറയാൻ പോവുകയാണ്. ഇനി എങ്ങനെയാണ്, മഞ്ജു സെഡ് I wrote a letter yesterday, ഇത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുക. എങ്ങനെയാണ്, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ലെഫ്റ്റ് പാർട്ട് റൈറ്റ് പാർട്ട്. ഓക്കെ, ലെഫ്റ്റ് പാർട്ടിൽ സെഡ് ആണോ സെഡ് ടു ആണോ എന്ന് നോക്കുക. സെഡ് ആണ്, സെഡ് ആണെങ്കിൽ ഒരു മാറ്റവും ഇല്ല. മഞ്ജു സെഡ് അതേ കണക്ക് എഴുതാം. സെഡ് ടു ആണെങ്കിൽ അവിടെ മഞ്ജു ടോൾഡ് എന്ന് വരും. ഓക്കെ, ഇനി എന്താണ്, മഞ്ജു സെഡ് എന്ന് വന്നു. ഇനി അടുത്ത സെന്റൻസിനെ രണ്ട് പാർട്ടിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കണക്റ്റിംഗ് വേർഡ് നമ്മൾ കൊടുക്കണം. എന്താണ് കണക്റ്റിംഗ് വേർഡ്, ദാറ്റ് ആണ് കണക്റ്റിംഗ് വേർഡ്. അപ്പൊ മഞ്ജു സെഡ് ദാറ്റ്. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് എടുക്കുക. സെക്കൻഡ് പാർട്ടിലെ പ്രോനൗണിനെ ആദ്യം മാറ്റുക. പ്രോനൗൺ ഐക്ക് പകരം എന്തായിരിക്കും വരിക, ഇവിടെ മഞ്ജു ആണ്, ഹി ആണോ ഷീ ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ മഞ്ജു എന്ന് പറഞ്ഞ പെണ്ണായതുകൊണ്ട് ഷീ ആണ്. ഓക്കെ, കളർ അത്ര രസമല്ലേ, ഞാൻ പച്ച എടുക്കട്ടെ. ഓക്കെ, അപ്പൊ ഷീ ആണ് വരിക. ഓക്കെ, ഷീ റോട്ട് ഏതാണ്, വെർബ് ആണെങ്കിൽ നമ്മൾക്ക് അടുത്ത മാറ്റാണുള്ളത്. വെർബിന്റെ V2 ഫോം ആണ്, റൈറ്റ് റോട്ട് റിട്ടൺ അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ V2 ഫോം ആണ് ഇവിടെ തന്നേക്കുന്നത്. V2 ആണെങ്കിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. V2 തന്നാൽ ഹാഡ് പ്ലസ് V3 ആകും അല്ലെ. എന്താണ്, അപ്പൊ എന്താണ്, ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3 എന്ന് പറയുമ്പോൾ ഹാഡ് അതേ കണക്ക് എഴുതുക. റൈറ്റ് റോട്ട് റിട്ടൺ, മൂന്നാമത്തെ ഫോം ഏതാണ്, റിട്ടൺ ആണ് അല്ലെ, റിട്ടൺ. അപ്പൊ ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ അതേ കണക്ക് എഴുതാം, അതിന് മാറ്റമൊന്നുമില്ല. യെസ്റ്റർഡേ നമ്മൾ പഠിച്ചാണ്, യെസ്റ്റർഡേ എന്തായിട്ട് മാറും, ദ പ്രീവിയസ് ഡേ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം എന്താണ് നമ്മൾ ചെയ്തത്. നമ്മളിവിടെ മഞ്ജു സെഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സെഡ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ എഴുതി. ഇനി അടുത്ത സെന്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നടുക്കൊരു കണക്റ്റിംഗ് വേർഡിനെ കൊടുത്തു, ദാറ്റ്. ഓക്കെ, ഇനി ബാക്കിയുള്ള സെന്റൻസ് എടുക്കുക. ആദ്യം എന്താണ് ചെയ്യേണ്ടത്, പ്രോനൗണിനെ മാറ്റുക. ഐ എന്നുള്ളത് എന്താണ്, ഹി ആണോ ഷീ ആണോ ഏതാന്ന് വെച്ചാൽ അത് കൊടുക്കുക. അടുത്ത നമ്മൾ വെർബിനെ നോക്കുക, വെർബിന്റെ ഫോം മാറ്റുക. V1 ആണെങ്കിൽ V2യിലേക്കും V2 ആണെങ്കിൽ ഹാഡ് പ്ലസ് V3യിലേക്കും മാറ്റുക. ഓക്കെ, രണ്ടാമത് വെർബ് നോക്കി. ഓക്കെ, മൂന്നാമത് ഇനി നമ്മൾ പഠിച്ച വേർഡ്സ് ഏതെങ്കിലും അതിനകത്ത് കൺവേർട്ട് ചെയ്യുന്ന വേർഡ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ വേർഡിനെ കൺവേർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം. ഓക്കെ, നിങ്ങൾ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം ചെയ്യാൻ പറ്റും. ഷീ സെഡ് ടു മീ. ഓക്കെ, ഷീ സെഡ് ടു മീ I have a car. പറഞ്ഞേ എങ്ങനെയാ വരും, ഷീ സെഡ് ടു മീ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ലെഫ്റ്റ് എന്നും റൈറ്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ആദ്യം നോക്കുക, റൈറ്റ് സൈഡ് പിന്നെ നോക്കുക. അപ്പൊ ലെഫ്റ്റ് സൈഡ് ആദ്യം നോക്കുക, ഷീ സെഡ് ടു മീ. നമ്മളിവിടെ എന്താ നോക്കേണ്ടത്, സെഡ് ആണോ സെഡ് ടു ആണോ എന്ന് നോക്കുക.
ഓക്കെ, അപ്പൊ ഇവിടെ സെഡ് ടു ആണ്. സെഡ് ടു ആണെങ്കിൽ എന്താ വരിക? ഷീ. സെഡ് ടു മാറി അവിടെ ടോൾഡ് വരും. സെഡ് ടുവിന് പകരം ടോൾഡ് വരും. മീ അതേ കണക്ക് എഴുതുക. അപ്പൊ ഷീ സെഡ് ടു മീ ഇൻഡയറക്റ്റ് സ്പീച്ചിലാകുമ്പോൾ ഷീ ടോൾഡ് ടു മീ ആവും. സാധാ സെന്റൻസ് ആണ്. അപ്പൊ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് എന്ത് യൂസ് ചെയ്യുക? ദാറ്റ് യൂസ് ചെയ്യുക. ഇനി എന്താണ് പ്രോനൗൺ മാറ്റുക? ഐക്ക് പകരം അവിടെ ഷീ വരും. ഹാവിന് പകരം എന്ത് വരും? ഹാവ് V1 ആണ്. അപ്പൊ V2 ആയിട്ട് ഹാഡ് വരും. എ കാർ അതേ കണക്ക് എഴുതി. അപ്പൊ എന്താണ്? ഷീ ടോൾഡ് ടു മീ ദാറ്റ് ഷീ ഹാഡ് എ കാർ. ഓക്കെ അല്ലേ? അപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി. ഇത് ബേസ് ആണ്. ഇത് ബേസ് ക്ലാസ് ആണ്. അടുത്ത പാർട്ടിൽ നമ്മൾ ഇതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തും. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഈ ഒരു മെത്തേഡ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അടുത്ത പാർട്ട് എന്താണ്? ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എനിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഏതാണ്? നമ്മുടെ മഹിമ പൗർണമി PSC കേട്ടോ. മഹിമ പൗർണമി PSC ഒരു കറണ്ട് അഫയേഴ്സ് ചാനലാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചു തരിക. ഓക്കെ അല്ലേ? ഇപ്പൊ മഹിമ പൗർണമി PSC താഴെ ലിങ്ക് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഞാൻ തരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചാലും മതി. ചിലർക്ക് ഇൻട്രോവേർട്ടുകൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, എൻ്റെ അടുത്ത് ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാലും മതിയാവും. ഗ്രൂപ്പ് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പറ്റുമല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് തന്നെ അയച്ചോ. പേഴ്സണൽ ID ഞാൻ പറയാം. @studyWith മഹിമ MAHIMA ആണ്. മഹിമ POURNAMI മഹിമ പൗർണമി കേട്ടോ. സ്റ്റഡി വിത്ത് മഹിമ പൗർണമി. സ്പേസ് ഇടാതെ ഇതേപോലെ ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ID കിട്ടും. അതിനകത്തോട്ട് നിങ്ങൾ ആൻസേഴ്സ് എഴുതി അയച്ചാലും മതി. ഓക്കെ, ഞാൻ ചിലപ്പോൾ റിപ്ലൈ തരില്ല, ഞാൻ പക്ഷെ കാണുന്നുണ്ടാവും. ഞാൻ എന്നിട്ട് ജനറലായിട്ട് നിങ്ങൾക്ക് തെറ്റിയ കാര്യങ്ങൾ ചിലപ്പോൾ കോമൺ ആയിട്ട് പറയുകയായിരിക്കും ചെയ്യാം. ഓക്കെ, അപ്പം കാര്യം മനസ്സിലായല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാം. ഒന്നാമത്തെ ചോദ്യം, ഹി സെഡ് ഐ ആം ബിസി നൗ കേട്ടോ. നേരത്തെ ചെയ്ത സെയിം മോഡലാണ്. നിങ്ങൾ ഇതിന്റെ ഉത്തരം എനിക്ക് ചെയ്തയക്കാം. രണ്ടാമത്തത്, സീത said to me. Sita said to me, Sita said to me, I am a doctor. Okay. രണ്ട് ചോദ്യമുള്ളൂ. He said I am busy now. ഇത് നിങ്ങൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എഴുതി അയക്കുക. സീത said to me, I am busy. I am a doctor. ഓക്കെ, I am a doctor എന്ന് സീത പറഞ്ഞു. ഈ രണ്ട് സെന്റൻസുകൾ നിങ്ങൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എഴുതി എനിക്ക് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അയച്ചു തരിക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ എക്സെപ്ഷൻസ് പഠിക്കാം. എക്സെപ്ഷൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.